കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ഡോക്ടർ എം.കെ. റാം പിടിയിൽ. കർണാടകയിലെ കുടകിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് റാമിനെ കസ്റ്റഡിയിലെടുത്തത്. സുപ്രീംകോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് പോലീസ് നീക്കം. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ പരാതിക്ക് പിന്നാലെ തുടരന്വേഷണത്തിന് സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. നിതിൻ രാജ് മരിച്ച് 101 ദിവസത്തിനു ശേഷമാണ് കേസിലെ ഏകപ്രതി ഡോക്ടർ എം.കെ. റാം പോലീസ് പിടിയിലാകുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. പിന്നാലെയാണ് കർണാടക കുടകിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന കേന്ദ്രത്തിൽ നിന്നും റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. കർണാടകയിലും ആന്ധ്രയിലുമായി പല സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നാണ് അറിയിച്ചത്. നമ്മൾ കേസിന്റെ അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി രാഷ്ട്രീയ പരിഗണന ഇതിനകത്ത് വിഷയമല്ല. പോലീസ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയിരിക്കുകയാണ്. സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ അടുത്ത ചിലരുടെ സഹായത്തിലാണ് കുടകിൽ ഒളിവിൽ കഴിഞ്ഞത്. അതേസമയം അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയാണ് നിതിൻ രാജിന്റെ കുടുംബം. അന്വേഷണത്തിൽ ഒരു തൃപ്തിയുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് ഈ 5 പേരെ കൂടെ പ്രതി ചേർത്ത് അവരുടെ അന്വേഷണം പുരോഗമിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ADGPയുടെ നേതൃത്വത്തിൽ അതെല്ലാം അന്വേഷണം കണ്ണൂരിൽ നിന്ന് അട്ടിമറിച്ചു. നിതിൻ രാജിന്റെ കുടുംബം നേരിട്ട് കണ്ട് പരാതി അറിയിച്ചതിന് പിന്നാലെ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ അതിവേഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു. അതിനിടെ പോലീസിനെതിരെ ഹൈക്കോടതിയുടെ വാക്കാൽ വിമർശനം. ഡോക്ടർ എം.കെ. റാം നിതിൻ രാജിനെ കടുത്ത രീതിയിൽ ഉപദ്രവിച്ചു. ഉപദ്രവത്തിൽ നിവൃത്തിയില്ലാതെയാണ് നിതിൻ രാജിന്റെ ആത്മഹത്യ. മനുഷ്യത്വമില്ലാത്ത ആളുകളെ ആ രീതിയിൽ കണക്കാക്കണമെന്നും ഹൈക്കോടതിയുടെ വിമർശനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കണ്ണൂർ.